ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ നൈറ്റും ഡേ എല്ലാം ഡ്യൂട്ടി ആയിപ്പോയി. അപ്പം ഇപ്പോൾ സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന അങ്ങോട്ട് വീഡിയോ ചെയ്തേക്കാമെന്ന് ചോദിച്ചു. അപ്പം ഇപ്പോൾ സമയം രാത്രി 12 മണി. അപ്പോൾ എനിക്ക് 12:30 ആകുമ്പോഴത്തേക്കിന് ഡ്യൂട്ടി തുടങ്ങും. അത് തൃപ്പൂണിത്തുറയിൽ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് 14 കിലോമീറ്റർ ഉണ്ട്. 20 മിനിറ്റത്തെ യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് സ്പോട്ടിലൊരു 12-20 ആകുമ്പോഴത്തേക്കിനും അവിടെ ചെല്ലണം. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അങ്ങനെ വീട്ടിൽ നിന്ന് പതുക്കെ മെല്ലെ പുറത്തോട്ട് വന്നു. ചെറിയ ഇടവഴിയാണ് വീടിൻ്റെ അവിടെ നിന്ന് ഇരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ റോഡിൽ പൊതുവെ തിരക്ക് കുറവാണ്. പിന്നെയും വണ്ടികളുണ്ട്. അവിടെ 12 മണി ഇല്ലായുള്ളൂ. ഇവിടെ ആൾക്കാരൊക്കെ വീട്ടിലോട്ട് മെല്ലെ മെല്ലെ കയറുന്ന സമയമാണ് ഈ 12 മണി. പിന്നെ ഇത് വിട്ടൊരു പാർക്കാണ്. പാർക്കിൽ രാത്രിയിൽ എപ്പോഴും ആൾക്കാരുണ്ട്. ഫുൾ ടൈം ആൾക്കാരാണ്. രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല, എപ്പോഴും അവിടെ ആളായിരിക്കും. കുണ്ടന്നൂരും കഴിഞ്ഞ് മരടും കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയാണ്. അത് പറയാൻ വിട്ടുപോയി. എന്താണ് ഞാൻ ജോലി ചെയ്യുന്നത്, എന്താണ് നൈറ്റ് ഡ്യൂട്ടി എന്നുള്ളത്. ഞാൻ മിൽമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്നു, അത് ഫ്രണ്ടും വന്നു കേട്ടോ. കറക്റ്റ് 12-20 ആകുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരേ സമയം 4 വണ്ടിയാണ് ലോഡ് ചെയ്യുന്നത്. ഈ വൈറ്റ് കളർ കാണുന്ന വണ്ടിയാണ് എൻ്റെ വണ്ടി. വേറെ ഡ്രൈവറുണ്ട്. നമ്മളതിൽ കിളിയാണ്. കറക്റ്റ് 12-20 ആകുമ്പോൾ തന്നെ എല്ലാ വണ്ടിക്കാരും വന്നു. ഓരോ വണ്ടിയിലും 2 പേര് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 വണ്ടിയും 8 പേരും ഇവിടെ നോക്കിയിരിക്കണം. ഞാൻ വീഡിയോ ഓടിക്കുന്ന കാണുമ്പോഴത്തേന് കൗതുകത്തോടെ നോക്കുക എന്താണ് സംഭവം എന്നൊക്കെ. അങ്ങനെ ഒരു അരമണിക്കൂർ ലോഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പേപ്പർ കാര്യങ്ങളെല്ലാം കിട്ടി. ഞങ്ങളവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ മിൽമയുടെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പേപ്പറിൽ ഒരു കടലാസ് ഇവിടെ കൊടുക്കണം. നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കടലാസ് തന്നെ മേടിച്ച് തന്നെ അകത്ത് കാലിറ്ററെ ഇറക്കുന്നിടത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു കടലാസ് കൊണ്ട് ഇവിടെ കൊടുക്കുകയാണ്. ഈ ഗേറ്റേ കൊടുക്കണം. ഒരു ഗേറ്റ് കഴിഞ്ഞു. ഇനി ഒരു ഗേറ്റ് കൂടെ ഉണ്ട്. 2 ഗേറ്റും കഴിഞ്ഞാലേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ മിൽമയുടെ പുറത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ലോഡുമായിട്ട് പോകുന്നത് തോപ്പുംപടിക്കാണ്. അപ്പം ഞാൻ വന്നതും തോപ്പുംപടി എന്നാണ്. എൻ്റെ വീട് തോപ്പുംപടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് ഈ ലോഡുമായിട്ട് പോകണത്. അപ്പം ബൈക്കിനാകുമ്പോഴേ ഉള്ളൂ 20 മിനിറ്റ് നൈറ്റ്. ഈ വലിയ വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കിന് ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ചെല്ലും. നമ്മൾ ഡ്രൈവറായിട്ടാണ് സന്തോഷം എന്നാണ് പുള്ളിൻ്റെ പേര്. അങ്ങനെ നമ്മൾ തോമ്പടി ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മളൊരു 1:30 ആയപ്പോഴത്തേക്കിനും ഇവിടെ സ്ഥലത്തെത്തി. പക്ഷേ വന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കൂടെയുള്ള ഡ്രൈവർമാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വണ്ടിക്കാരൊക്കെ വരണമെങ്കിൽ 1:50 ആവും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചേക്കാം. ആളും പേരൊന്നുമില്ല, വിജനമായി കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ
മരച്ചോട്ടി കുറച്ച് നേരം ഇരുന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഫസ്റ്റ് വണ്ടിക്കാരൻ വന്നു കേട്ടോ. 1:55 എങ്ങാണ്ടായി. 20 മിനിറ്റ് അവിടെ പോസ്റ്റായിരുന്നു. നമുക്ക് ഡോറൊക്കെ തുറന്നു കൊടുത്തേക്കാം തുറന്നു വെച്ചേക്കാം. നമ്മൾ വേണം ഇതിൻ്റെ അകത്ത് ഇവർക്കൊക്കെ ലോഡ് കൊടുക്കാനായിട്ടേ. എണ്ണമൊക്കെ നോക്കി കറക്റ്റായിട്ട് കൊടുക്കണം. 5 വണ്ടിയുണ്ട്. 5 വണ്ടിക്കാർക്കും നമ്മൾ പകർത്തി കൊടുക്കണം. അപ്പം ആ വന്ന വണ്ടിക്കാരൻ അവിടെ കാലിട്ടറൊക്കെ ഇറക്കിയിട്ട് നമ്മളെ പുള്ളിക്ക് ലോഡെല്ലാം കൊടുത്തു. പുള്ളി തൻ്റെ ഡോറൊക്കെ പൂട്ടി പുള്ളി പോകാനുള്ള പരിപാടിയാണ്. അടുത്ത വണ്ടിക്കാരൻ വന്നു. പുള്ളിയാളൊരു ഭയങ്കര കോമഡിയാണ്. രണ്ടാമത്തെ വണ്ടിക്കാരൻ, പുള്ളിയുടെ പേര് നജീബ് എന്നാണ്. ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം. ആഹാ, എന്താ തിരക്ക്. എന്നോട് വന്നിരിക്കേ, എന്താണ് നീ വീഡിയോ പിടിക്കുന്നത്, എന്നെ സിനിമയിൽ എടുക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആകെപ്പാടെ പുള്ളി കോമഡിയായിരുന്നു. പുള്ളി ലോഡ് പിടിച്ച് മാറാറാകുന്നതിന് മുന്നേ തന്നെ അടുത്ത വണ്ടിക്കാരൻ വന്നു. കാലട്ടറയൊക്കെ ഇറക്കി അവൻ ലോഡ് ചെയ്ത് തുടങ്ങി. അവൻ്റെ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ലാസ്റ്റ് വണ്ടിക്കാരൻ വന്നു. അതിനിടയ്ക്കൊരു വണ്ടി വന്നിട്ടുണ്ടായി, ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പം ഇവനും ഒരു 10 മിനിറ്റിനുള്ളിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കൂടെ 1 മണിക്കൂറത്തെ ലോഡിങ്. എല്ലാ വണ്ടിക്കാർക്കും പകർത്തി കൊടുത്ത് ഈ കാണുന്ന കാലിട്ടറ പുള്ളി ഇനിയിപ്പോൾ കയറ്റണം. നിലത്തിറക്കി വെച്ചേക്കുവാണ്. ലാസ്റ്റ് വണ്ടി ലോഡ് പിടിച്ച് കഴിഞ്ഞു. അവനും പോയി. ബാക്കി ഫുള്ള് കാണുന്ന കാലിട്ടറ എല്ലാം ഞാനും ഡ്രൈവറുകാരനോട് ചേർന്ന് വണ്ടിക്കകത്തോട്ട് കയറ്റി എണ്ണമെല്ലാം എടുത്തു. ഇനിയിപ്പോൾ അതൊക്കെ കാലിട്ടറ കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ മിൽമയിലോട്ട് പോവുകയാണ്. മിൽമയിൽ ചെന്നിട്ട് ഈ കാലിട്ടറ ഫുള്ള് ഇറക്കി കണക്കെല്ലാം കൊടുത്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ട്. അങ്ങനെ കുണ്ടന്നൂർ പാലം എത്തി. കുണ്ടന്നൂർ പാലം ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. നേരത്തെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കാലിട്ടറ ഇറക്കുന്ന ഒരു പണിയും കൂടെ മാത്രമേ ഉള്ളൂ. കുണ്ടന്നൂർ കഴിഞ്ഞ് മരടും കഴിഞ്ഞ് പേട്ടയും കഴിഞ്ഞ് നമ്മൾ നേരെ മെട്രോൻ്റെ അടിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേണ്ട ദൂരെ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് മുമ്പേ അവിടെ മിൽമേന്ന് ലോഡ് പിടിക്കാനുണ്ടായിരുന്നൊരു വണ്ടിയാണ്. ഒറ്റക്കുഴിക്ക് പോയ വണ്ടിയാണ്. നമ്മുടെ ഒപ്പം പുള്ളി അവരും ഉണ്ട്. നമ്മൾ തിരിച്ച് മിൽമേലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും പിടിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിച്ചിട്ട് വേണം വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളവിടെ ജോലി ചെയ്യുന്ന ഒരാളും കൂടെ അല്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ ചോദിക്കാതൊക്കെ വീഡിയോ പിടിച്ചാൽ മോശമല്ലേ. അപ്പം പുറം കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോ പകർത്തിയിട്ടുള്ളൂ. അകത്തെ പ്രോസസ്സിങ് കാര്യങ്ങൾ നമ്മൾ ലോഡ് ചെയ്യുന്നതോ കാലിട്ടറ ഇറക്കുന്നതോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം നമ്മൾ തിരിച്ചെത്തി മിൽമയെത്തി കാലിട്ടറ എല്ലാം ഇറക്കി. അപ്പോൾ ഇപ്പം സമയം ഏറെക്കുറെ 4 മണിയായിട്ടുണ്ട്. 4 മണി ആയില്ല, 3:45 ആയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് ഒരു 10-20 മിനിറ്റത്തെ യാത്ര. പോകുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുന്ന കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പം ഭയങ്കര വിശപ്പായിരിക്കും. അല്ലെങ്കിൽ വിശപ്പ് കാരണം നമുക്കൊന്ന് ഇടയ്ക്ക് എണീക്കേണ്ടി വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്.